ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. പ്ലസ് വൺ മാത്തമാറ്റിക്സിലെ 11ാമത്തെ ചാപ്റ്ററായ കോണിക് സെക്ഷനിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻസ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ, പലതരം സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഇക്വേഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, അതെന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഏതൊക്കെ ലൈനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നീ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ചാപ്റ്ററിൽ നമ്മൾ പലതരം കർവ്സ്, നിങ്ങൾക്കറിയാം സർക്കിൾ ഒരു കർവാണ്, അത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ പുതുതായി 3 കർവ്സും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊന്ന് എലിപ്സ്, എലിപ്റ്റിക്കൽ ഷേപ്പ് എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ട്, ഇത് എലിപ്സ്. അടുത്തത് പരാബോള. പരാബോളയുടെ മീൻസ് നമ്മളൊരു കല്ല് മുകളിലേക്ക് എറിയുകയാണെങ്കിൽ ആ കല്ല് മൂവ് ചെയ്ത് താഴെ വീഴുമ്പോഴുള്ള ഒരു പാത്ത് ഉണ്ട്, ആ പാത്ത് പരാബോളിക് പാത്താണ്. പിന്നെ പുതിയൊരു കർവാണ് ഹൈപ്പർബോള. അപ്പൊ ഈ 4 കർവ്സിനെയാണ് നമ്മൾ ഒന്നിച്ച് കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ 4 കോണിക് സെക്ഷനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ 4 കർവ്സിനും നമ്മൾ കോണിക് സെക്ഷൻ എന്ന് പറയാൻ കാരണം? കോൺ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, കോൺ, വൃത്തസ്തൂപിക. The curves, circles, ellipses, parabolas and hyperbolas are known as conic section. ഈ കർവിന് നമ്മൾ കോണിക് എന്ന് പറയാൻ കാരണം they can be obtained as intersection of a plane with a double napped right circular cone. അതായത് ഈ ഷേപ്പുകളെല്ലാം, ഈ കർവുകളെല്ലാം നമുക്ക് കിട്ടുന്നത് 2 സൈഡുള്ള അല്ലെങ്കിൽ 2 കോൺ, ഡബിൾ നാപ്ഡ് റൈറ്റ് സർക്കുലർ കോൺ. അതായത് റൈറ്റ് സർക്കുലർ കോൺ നിങ്ങൾക്കറിയാം, വൃത്തസ്തൂപിക അറിയാം, അതിൻ്റെ അറ്റങ്ങൾ കൂട്ടിമുട്ടി 2 എണ്ണം ഉണ്ടാക്കുന്നതാണ് ഇത് ഡബിൾ നാപ്ഡ് റൈറ്റ് സർക്കുലർ കോൺ. ഏകദേശം ഇതേ ഷേപ്പ്, ഇതൊരു റൈറ്റ് സർക്കുലർ കോൺ, ഇത് വേറൊരു റൈറ്റ് സർക്കുലർ കോൺ. ഇതിനെയാണ് നമ്മൾ ഡബിൾ നാപ്ഡ് റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറയുന്നത്. ഈ ഡബിൾ നാപ്ഡ് റൈറ്റ് സർക്കുലർ കോണും പ്ലെയിനും തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കർവുകളാണ് ഈ 4 കർവുകൾ. ഒന്ന് സർക്കിൾ, ഒന്ന് എലിപ്സ്, അടുത്ത പരാബോള, ഹൈപ്പർബോള. അപ്പോൾ ആദ്യത്തെ സെഷനിൽ ഈ 4 കർവുകൾ ഒരു പ്ലെയിൻ കൊണ്ട് ഈ റൈറ്റ് സർക്കുലർ കോണിനെ ഡബിൾ നാപ്ഡ് 2 എണ്ണമായിട്ട് റൈറ്റ് സർക്കുലർ കോണിനെ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ കർവുകൾ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു റഫായിട്ട് ഞാൻ ആ ഫിഗർ കൊടുത്തിട്ടുണ്ട്. നോക്കി, ഇതൊരു ഡബിൾ നാപ്ഡ് റൈറ്റ് സർക്കുലർ കോൺ, അതിനെ പ്ലെയിൻ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ നോക്കുക, ഈ പോർഷനെ കണ്ടോ, ഈ ഒരു വയലറ്റ് കളറിലുള്ള ആ ഒരു ഷേപ്പ്, ഇതാണ് സർക്കിൾ. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് സർക്കിൾ കിട്ടുന്നത്. നോക്കുക, ഈ ഡബിൾ നാപ്ഡ് റൈറ്റ് സർക്കുലർ കോണിനെ പ്ലെയിൻ കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതൊരു എലിപ്റ്റിക്കൽ ഷേപ്പ്, എലിപ്സ് എന്ന് പറയും. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നോക്കുക, ഈ ഭാഗം ഇവിടെ തുറന്നിരിക്കുകയാണ്, ഇതെല്ലാം എൻക്ലോസ്ഡ് ആണ്. പക്ഷേ പരാബോള ഇത് കണ്ടില്ലേ, ഇത് എൻക്ലോസ്ഡ് അല്ല, ഈ ഭാഗം തുറന്നിരിക്കും. ഇങ്ങനെ പ്ലെയിൻ കൊണ്ട് ഈ റൈറ്റ് സർക്കുലർ കോണിനെ, ഡബിൾ നാപ്ഡ് റൈറ്റ് സർക്കുലർ കോണിനെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഷേപ്പാണ് പരാബോള. ഇനി 2 ഡബിൾ നാപ്ഡ്, ഇതിലെല്ലാം ഓരോന്നിലാണ് കട്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഈ ഇങ്ങനെ പ്ലെയിൻ കട്ട് ചെയ്യുമ്പോൾ എന്താണ്, ഈ റൈറ്റ് സർക്കുലർ കോണിൻ്റെ 2 നാപ്പിലും പ്ലെയിൻ കട്ട് ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന ഈ ഷേപ്പിനെയാണ് നമ്മൾ ഹൈപ്പർബോള എന്ന് പറയുന്നത്. ഒന്നും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ഈ പിക്ചർ കൊടുക്കുന്നത്. ഇത് സർക്കിൾ, ഇത് എലിപ്സ്, ഇത് പരാബോള, ഇത് ഹൈപ്പർബോള. ഓക്കെ, കണ്ട മനസ്സിലായല്ലോ. ഇതാണ് ആദ്യത്തെ കേസിൽ സർക്കിൾ ഇങ്ങനെ കിട്ടും, ഈ ഷേപ്പ്
ഇതാ ഈ ഉള്ളിലുള്ള മഞ്ഞ കളറാണ് എലിപ്സ്, ആ ഷേപ്പാണ്. ഇങ്ങനെ പ്ലെയിൻ കട്ട് ചെയ്യുമ്പോൾ അതെന്തായി പരാബോളയായി. പരാബോള ഈ ഷേപ്പ് ഇവിടെ ഓപ്പൺ ആണ്. രണ്ട് നാപ്പിലും പ്ലെയിൻ കട്ട് ചെയ്യുമ്പോൾ അത് ആണ് നമ്മൾ ഹൈപ്പർബോള ഈ ഷേപ്പ്. ഓക്കെ, ഇനി നമ്മൾ ഇത് ഡബിൾ നാപ്ഡ് റൈറ്റ് സർക്കുലർ കോൺ എങ്ങനെ നമുക്ക് ഫോം ചെയ്യുന്നു എന്നുള്ളത് കൂടി ഒന്ന് പറയാം. അതിനാദ്യം ഒരു എൽ എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ ലൈൻ എടുത്തു. ഈ ലൈനിനെ എം എന്ന് പറയുന്ന വേറൊരു ലൈൻ കൊണ്ട് നമ്മൾ കട്ട് ചെയ്യുന്നു. ഈ എല്ലിന്റെയും എമ്മിന്റെയും ഇന്റർസെക്റ്റിംഗ് പോയിന്റിന് നമ്മൾ വി എന്ന് കൊടുക്കുന്നു. ഇനി എല്ലിന്റെ എമ്മിന്റെ ഇടയ്ക്കുള്ള ഒരു ആംഗിൾ ഉണ്ട്, അത് ആൽഫ എന്ന് എടുക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എല്ല് ഫിക്സഡ് ആണ്. ഈ ആൽഫയും ഈ ആംഗിൾ എപ്പോഴും ആൽഫ ആകത്തക്ക രീതിയിൽ നമ്മൾ എം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് കിട്ടുന്ന ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും. ഇതാണ് എം, ഇതിലൂടെ പോകുന്നതാണ്. ഇവിടെ എല്ല് കാണിച്ചിട്ടില്ല, അത് ഫിക്സഡ് ആണ്. ആ എല്ലിനും ഈ എമ്മിനും ഇടയ്ക്കുള്ള ആംഗിളാണ് ആൽഫ. എന്നിട്ട് ഈ എം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ഡബിൾ നാപ്ഡ് റൈറ്റ് സർക്കുലർ കോൺ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന നോക്കുക, ഈ എല്ലിന് നമ്മൾ പറയുന്ന പേരാണ് ആക്സിസ് ഓഫ് ദ ആക്സിസ്. ഈ എമ്മിന് നമ്മൾ പറയും ജനറേറ്റർ, കാരണം ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടുന്നത്. അതുകൊണ്ട് അതിന് ജനറേറ്റർ എന്ന് പറയുന്നു. ഇത് അപ്പർ നാപ്പ്, ഇത് ലോവർ നാപ്പ്. ഈ വി ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഓഫ് എം ആൻഡ് എൽ ഈസ് കാൾഡ് വെർട്ടെക്സ്. The point V is called vertex, the line L is called the axis of the cone, the rotating M is called the generator of the cone, the vertex separate the cone into two parts called names. അല്ലേ, ഈ വെർട്ടെക്സ് കോണിനെ രണ്ട് പാർട്ടാക്കിയിട്ട് മാറ്റുന്നു. അതിൽ ഓരോന്നിനെയും നമ്മൾ നെയ്പ്സ് എന്ന് പറയും, അപ്പർ നെയ്പ്പും ലോവർ നെയ്പ്പും. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒരു നമ്മൾ പറഞ്ഞിരുന്നു, ഡബിൾ നാപ്ഡ് റൈറ്റ് സർക്കുലർ കോണിനെ പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 4 കോണിക്ക് കിട്ടുന്നത്. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്ക്, ഇങ്ങനെ ഒരു ഡബിൾ നാപ്ഡ് റൈറ്റ് സർക്കുലർ കോൺ, ആക്സിസ് ജനറേറ്റർ എം ഉപയോഗിച്ചും കൊണ്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു. ആൽഫ എന്ന് പറയുന്നത് ഫിക്സഡ് ആക്കി വെക്കുന്നു. ആൽഫ എന്ന് പറയുന്ന ആക്സിസിനും ഈ ജനറേറ്ററിനും ഇടയ്ക്കുള്ള ആംഗിൾ. ഇനി ബീറ്റ ഇവിടെ എടുത്തിട്ടുണ്ട്. ബീറ്റ എന്ന് പറയുന്നത് ഈ പ്ലെയിൻ ഉണ്ടല്ലോ, പ്ലെയിൻ ഈ റൈറ്റ് സർക്കുലർ കോണിനെ കട്ട് ചെയ്യുമ്പോൾ ഈ ആക്സിസിനും പ്ലെയിനും ഇടയ്ക്കുള്ള ആംഗിളാണ് ബീറ്റ. ഈ ബീറ്റ മാറുന്നതിനനുസരിച്ചാണ് നമുക്ക് ഓരോ ഷേപ്പ് നമുക്ക് ഇത് കട്ട് ചെയ്യുന്ന പ്ലെയിനിന്റെ ഇവിടെ നിന്ന് കിട്ടുന്ന ഷേപ്പ് നമ്മൾ കിട്ടുന്നത്. അതിങ്ങനെ 4 കേസാണ്. ഒന്ന് ബീറ്റ ഈസ് ഈക്വൽ ടു 90, അതായത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ ആംഗിൾ 90 ആവുമ്പോൾ. രണ്ടാമത്തത് ആൽഫ ഫിക്സഡ് ആണ്, ഈ ആംഗിൾ ഫിക്സഡ് ആണ്. അത് നമ്മളിപ്പോൾ 30 ഡിഗ്രി ആക്കുകയാണെങ്കിൽ 30 ഡിഗ്രി തന്നെ നിർത്താം. ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇത് 45 ഡിഗ്രി തന്നെ നിർത്താം. അങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട്. ഈ ബീറ്റ, രണ്ടാമത്തെ കേസ്, ബീറ്റ ആൽഫയിനേക്കാൾ ചെറുതും 90-നേക്കാൾ വലുതും ആവുമ്പോൾ, ആൽഫയേക്കാൾ വലുതും 90-നേക്കാൾ ചെറുതും, ഇതിനേക്കാൾ വലുതും 90-നേക്കാൾ ചെറിയ രീതിയിൽ പ്ലെയിൻ കട്ട് ചെയ്യുമ്പോൾ, അതാണ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ് ആൽഫയും ബീറ്റയും ഒന്നാകുമ്പോൾ. നാലാമത്തെ കേസ് ബീറ്റ ലെസ് ദാൻ അല്ലെങ്കിൽ 0 ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ ആൽഫ. ബീറ്റ ആൽഫയിനേക്കാൾ ചെറുതുമാണ്, 0-ത്തേക്കാൾ വലുതുമാണ്. ഇങ്ങനെ 4 കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ആദ്യത്തെ കേസ് നമ്മൾ എടുക്കുന്നു. ബീറ്റ 90 ഡിഗ്രി ആവുമ്പോൾ നോക്കുക, ഇതാണ് ഡബിൾ റൈറ്റ് സർക്കുലർ കോൺ. അതിനിങ്ങനെ ഇതാണ് നമ്മൾ ബീറ്റ എന്ന് പറയുന്ന പ്ലെയിനിനും ആക്സിസിനും ഇടയ്ക്കുള്ള ആംഗിൾ. ആൽഫ എന്ന് പറയുന്നത് ഈ ജനറേറ്ററിനും ഈ ആക്സിസിനും ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആൽഫ. ഈ ആംഗിളും തുല്യമാകും. അല്ല, ബീറ്റ ഇത് 90 അല്ലല്ലോ, ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ ആംഗിൾ ബീറ്റ എന്തായി 90 ഡിഗ്രി ആയി, പ്ലെയിനും ആക്സിസും അല്ലേ. ഈ ആംഗിൾ തന്നെയാണ് ഈ ആംഗിൾ. ബീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ ഈ കിട്ടുന്നതാണ് സർക്കിൾ. മനസ്സിലായോ? ഇതൊന്ന് അറിഞ്ഞു വെക്കുക. ഇതൊന്നും അല്ല, നമുക്ക് ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പൊ ബീറ്റ 90 ഡിഗ്രി ആവുമ്പോൾ റൈറ്റ് സർക്കുലർ കോണിനെ ഒരു പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ
പ്ലെയിനും ആക്സിസും തമ്മിൽ ആംഗിൾ 90 ആകുമ്പോൾ കിട്ടുന്ന ഈ ഒരു ഷേപ്പാണ്, കർവാണ് സർക്കിൾ. ഇനി രണ്ടാമത്തെ കേസ് ആൽഫ ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആകുമ്പോൾ, ലെസ് ദാൻ ബീറ്റ, ഇതാണ് നമ്മൾ ആൽഫ ആക്സിസിനും ജനറേറ്ററിനും ഇടയ്ക്ക്, ബീറ്റ എന്ന് പറയുന്ന പ്ലെയിനും ഇതാണ് ആക്സിസിനും ഇടയ്ക്കുള്ള ആംഗിൾ. ഇതിൽ ബീറ്റ ആൽഫയിനേക്കാൾ ചെറുതാകുമ്പോൾ ഒരു ചെറിയൊരു ചരിവ് ഈ പ്ലെയിൻ ഉണ്ടാവും. അപ്പോൾ സർക്കുലർ ആവില്ല, ഈ ഒരു ഷേപ്പ് ആയിരിക്കും, എലിപ്റ്റിക്കൽ ഷേപ്പ് ആയിരിക്കും, എലിപ്സ്. അടുത്ത ബീറ്റയും ആൽഫയും സെയിം ആവുമ്പോൾ ഇങ്ങനെ ഒരു കട്ട് വരും. ഈ ആംഗിളും ഈ ആംഗിളും നോക്കുക, ഇത് ഈ പ്ലെയിൻ ഈ ജനറേറ്ററിന് പാരലായിട്ട് വരുമ്പോൾ ഈ ആംഗിളും സെയിം ആണ്. കാരണം ഇത് ഈ ജനറേറ്ററിന് പാരലാണ് അല്ലേ. അപ്പോൾ ഈ ആംഗിളും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ കിട്ടുന്നത് നോക്കുക, ഈ ഒരു ഷേപ്പ്, ഇതാണ് പരാബോള. ഈ പ്ലെയിൻ കട്ട് ചെയ്യുന്നത് പരാബോള. അടുത്ത ലാസ്റ്റ് കേസ് ബീറ്റ ആൽഫയിനേക്കാൾ ചെറുതാകുമ്പോൾ, ആൽഫ എന്ന് പറയുന്നത് ഇതാണ് ആക്സിസ്, ജനറേറ്ററിൻ്റെ ഇടയ്ക്കുള്ള ആൽഫ, ഇത് പ്ലെയിൻ, ഈ പ്ലെയിനിൻ്റെ ഡയറക്ഷനാണിത്, അതും ആക്സിസിനും ഇടയ്ക്കുള്ള ആംഗിൾ ബീറ്റ. ഈ ബീറ്റ ആൽഫയേക്കാൾ ചെറുതാവുമ്പോൾ ഷേപ്പ് ഇങ്ങനെ നമുക്ക് കിട്ടും, ഇത് ഹൈപ്പർബോള. ഓക്കെ, ഇത് ഞാൻ ഒറ്റ ഫിഗറിൽ കാണിക്കുകയാണ്. നോക്കുക, പരാബോള കിട്ടുമ്പോൾ പ്ലെയിൻ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതാ പരാബോള. ഇവിടെ പരാബോള കിട്ടുമ്പോൾ എന്തായിരിക്കും, പരാബോള എപ്പോഴാണ് കിട്ടുന്നത്, ആൽഫയും ബീറ്റയും ഈക്വൽ ആവുമ്പോൾ. സർക്കിള് ബീറ്റ 90 ഡിഗ്രി ആവുമ്പോൾ. എലിപ്സ് ആൽഫ ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി. ഇനി ഈ കേസ് എന്തായിരിക്കും, ബീറ്റ ആൽഫയിനേക്കാൾ ചെറുതാവുമ്പോഴാണ് ഈ ഒരു കേസ് ഹൈപ്പർബോള കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഒന്ന് ജിയോജിബ്രയിൽ നമുക്ക് ഇതിന്റെ പല ഷേപ്പുകളൊന്ന് കാണാം. ഈ നാല് കേസുകൾ സർക്കിൾ ആവുമ്പോൾ എന്താണ്, ബീറ്റ 90 ഡിഗ്രി, എലിപ്സ് ആവുമ്പോൾ എന്താണ്, ആൽഫ ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി, പരാബോള ആകുമ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ, ഹൈപ്പർബോള ആകുമ്പോൾ എന്തായിരിക്കും, ഹൈപ്പർബോള ആകുമ്പോൾ എന്താണ്, ബീറ്റ ലെസ് ദാൻ ആൽഫ. ഈ റൈറ്റ് സർക്കുലർ കോണിനെ നമ്മൾ പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇതൊന്ന് നോക്കുക, ഒന്നും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട്. നമ്മൾ ആൽഫ 30 ഡിഗ്രി എടുത്തു, ഇതാണ് ഡബിൾ നാപ്പഡ് റൈറ്റ് സർക്കുലർ കോൺ. ആൽഫ ഇത്, ബീറ്റ ഇത്. ആൽഫ നമ്മൾ 30 ഡിഗ്രി ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇതാണ് കോണ്, ഈ കോണിനെ ഇത് പ്ലെയിൻ. ഇനി നമ്മൾ ബീറ്റയാണ് മാറ്റുന്ന. ബീറ്റ ആദ്യം 90 ഡിഗ്രി ആക്കുമ്പോൾ, സോറി, ആൽഫ നമ്മളൊരു 30 ഡിഗ്രി ആക്കുന്നു, ഒരു 30 ഡിഗ്രി. ഇനി ബീറ്റ ആദ്യം 90 ഡിഗ്രി ആകുമ്പോൾ നോക്കുക, 90 ഡിഗ്രി ആകുമ്പോൾ ഇങ്ങനെ ഇത് ഈ ഒരു ഷേപ്പ് കിട്ടും, അത് സർക്കിളായിട്ട് നമുക്ക് കിട്ടും. ഇനി ആൽഫ ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ 90, ബീറ്റയുടെ വാല്യൂ ആൽഫേനേക്കാൾ ചെറുതും ആൽഫയേക്കാൾ വലുതും 90നേക്കാൾ ചെറുതുമാകുമ്പോൾ നോക്കുക, ആ ഷേപ്പ് എന്തായി മാറി, എലിപ്സിലേക്ക് വന്നു. ഇങ്ങനെ ഒരു പ്ലെയിൻ മാറുന്ന കണ്ടോളൂ, നോക്കൂ അല്ല, ഇങ്ങനെ മാറി ഇപ്പോഴും ബീറ്റ ആൽഫയേക്കാൾ വലുതാണ്. ആൽഫ ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ 90 ആണ്. 90നേക്കാൾ ചെറുതും ആൽഫയേക്കാൾ വലുതുമാണ് ബീറ്റ. അപ്പോഴെല്ലാം ഷേപ്പ് നോക്കുക, എലിപ്സിന്റെ ഈ ഷേപ്പ് ഇവിടെ കാണുന്നതായിട്ട് വരും. അതങ്ങനെ നോക്കൂ അല്ലെ, എപ്പോഴും 30നേക്കാൾ കൂടുതലാണ് ബീറ്റ. 40 ആവുമ്പോഴും ഈ പൊസിഷൻ ഒന്ന് മാറ്റുന്നു. ബീറ്റ ഇങ്ങനെ പോയി, മുപ്പത്തഞ്ചാവുന്നു ബീറ്റ, 30 ആവുന്നു. 30 ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കുക, അത് ഈക്വൽ ആവുമ്പോൾ അത് പരാബോളയെ മാറി. ഇങ്ങനെ ഒരു ഷേപ്പ് ഇത് പുറത്തേക്ക് വരുന്നു. അപ്പോൾ ആ ഷേപ്പ് ഇതിൽ മാത്രം, ഈ കോണിൽ മാത്രം ആ ഷേപ്പ് ഉൾക്കൊള്ളുന്നില്ല. അപ്പോൾ ആ എലിപ്സ് മാറി നമ്മൾ എന്തായി,
പരാബോളയായത് മാറി. ഇനി ബീറ്റ ആൽഫേനേക്കാൾ ചെറുതാകുമ്പോൾ അത് നോക്കിക്കോളൂ, മാറി, അത് എന്താ ഹൈപ്പർബോളയായി മാറി. ഇങ്ങോട്ട് ഈ ഷേപ്പും ഈ രണ്ടിലും, ഈ ഡബിൾ നാപ്പിലും അപ്പർ നാപ്പിലും ലോവർ നാപ്പിലും എന്താണ് ഈ പ്ലെയിൻ കട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് പരാബോളയായിട്ട് വരും. ഇതൊന്നറിയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ കോണിക് സെക്ഷൻ. ഇതെങ്ങനെ കിട്ടുന്നു എന്നുള്ളൊരു അറിവിന് വേണ്ടി പറഞ്ഞു എന്നുള്ളത്. ഇനി നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ഇക്വേഷൻസ് ഓഫ് കോണിക് ആണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം സർക്കിളിൻ്റെ ഇക്വേഷൻ. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്, ഒന്നുകൂടി നമ്മളിവിടെ പഠിക്കുന്നു. സർക്കിൾ എന്താണ്? സർക്കിൾ എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സർക്കിൾ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ ദാറ്റ് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് ഇൻ ദ പ്ലെയിൻ. സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? പ്ലെയിനിലെ ഒരുപാട് പോയിന്റ്സിന്റെ സെറ്റാണ്. ആ പോയിന്റ്സ് എങ്ങനെയാണ്? വിച്ച് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് എപ്പോഴും ഒരു ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇതൊരു ഫിക്സഡ് പോയിന്റ് എടുക്കുന്നു, O എടുക്കുന്നു, O. ഇനി നമ്മൾ കുറേ പോയിന്റ്സ് എടുക്കുന്നു, അതെല്ലാം ഈ ഓയിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. P1, P2, P3, P4. ഇങ്ങനെ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഈ ഡിസ്റ്റൻസ് എല്ലാം ഈക്വൽ ആണ്. ഇതെല്ലാം ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ അതെല്ലാം കൂടി നമ്മൾ ഒന്നിച്ച് വരയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് സർക്കിൾ. അപ്പോൾ സർക്കിൾ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ. ഇതുപോലെ ഒരുപാട് പോയിന്റ്സ് സർക്കിളിൽ ഉണ്ടാവും. അതെല്ലാം കൂടി ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സർക്കിൾ. ആ പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? ഈ പോയിന്റ് ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നല്ല എപ്പോഴും, ഈ സർക്കിളിലെ എല്ലാ പോയിന്റ്സും ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് എപ്പോഴും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. ഈ ഫിക്സഡ് പോയിന്റിന് പറയുന്ന പേരാണ് സെന്റർ ഓഫ് ദ സർക്കിൾ. ഈ കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ഫ്രം എ സെന്റർ ടു ദ any one of the point on the circle is called radius. The fixed point is called center of the circle and the distance from the center to a point on a circle is called the radius of the circle. ഇതിന്റെ നോട്ട് പറഞ്ഞ കാര്യങ്ങൾ. O is the center, P is the radius, the fixed point is called 0 and the fixed distance from the center to any point on the circle is called the radius of the circle. Okay, കാര്യങ്ങൾ ഇത്രയും രണ്ട് കാര്യം. ഇപ്പോൾ സർക്കിളിന് എന്തൊക്കെയുണ്ട്? സെന്ററും ഉണ്ട്, റേഡിയസും ഉണ്ട്. ഇനി ഇതിലെ ഈ ഇക്വേഷനിലെ ഒരു സർക്കിളിലെ ഒരു ഇക്വേഷനാണ് നമ്മൾ പറയുന്നതാണ്. ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ഹൂസ് സെന്റർ ആൻഡ് റേഡിയസ് ആർ ഗിവൺ. ഒരു സർക്കിളിന് സെന്ററും ഉണ്ട്, റേഡിയസും ഉണ്ട്. അത് രണ്ടും തന്നാൽ എങ്ങനെ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ കാണാം? അപ്പോൾ നമ്മൾ സെന്റർ HK എന്നും തന്നിട്ടുണ്ട്, റേഡിയസ് R തന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. സെന്റർ HK, റേഡിയസ് R. ഇനി PXY be any point on the circle. PXY എന്ന് പറയുന്ന ഈ സർക്കിളിൽ ഒരു പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ C സെന്റർ ആയതുകൊണ്ട് CP എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് എന്തായിരിക്കും? റേഡിയസ് R ഓഫ് ദ സർക്കിൾ. ഇനി CP ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാണാം എന്താണ്? y മൈനസ് k അല്ലെങ്കിൽ x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 minus y1 whole square, that is x minus h whole square plus y minus k whole square. ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x minus h whole square plus y minus k whole square is equal to r square, where hk is the center and r is the radius of the circle. ഇതാണ് സർക്കിളിന്റെ ഫസ്റ്റ് റിസൾട്ട്. ഈ ചാപ്റ്ററിൽ പഠിക്കാവുന്ന ഒരു റിസൾട്ട് തന്നെയാണ്. ഇത് തന്നെയുള്ള സർക്കിളുമായി ബന്ധപ്പെട്ടുള്ള റിസൾട്ട് പഠിക്കുന്നത്. സെന്ററും റേഡിയസും തന്നാൽ ആ HK എന്ന് പറയുന്നത് സെന്റർ, R റേഡിയസ് ആണെങ്കിൽ ഈ സർക്കിളിന്റെ ഇക്വേഷൻ x മൈനസ് h ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു r സ്ക്വയർ. HK ഇവിടെ ശ്രദ്ധിക്കണം, മൈനസ് h മൈനസ് k സെന്റർ HK ആൻഡ് റേഡിയസ് ഇതിന്റെ സ്ക്വയർ റൂട്ട്, r സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് r. ഓക്കെ, ഇനി നമ്മൾ പരാബോളയിലേക്ക് കിടക്കുന്നു. അപ്പൊ സർക്കിൾ എന്താണെന്ന് പഠിച്ചു, അതുപോലെ പരാബോളയുടെ ഷേപ്പ് നമ്മൾ പഠിച്ചു. ആ ഷേപ്പ് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ ആദ്യം പറയുന്നത്. പരാബോള ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ ദാറ്റ് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് ലൈൻ ആൻഡ് എ ഫിക്സഡ് പോയിന്റ്. ആ പോയിന്റ് സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിനിലെ പോയിന്റ്സിന്റെ സെറ്റാണ് അത്. ആ പോയിന്റ്സ് വിച്ച് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് ലൈൻ ആൻഡ് എ ഫിക്സഡ് പോയിന്റ്. ആ പോയിന്റ്സുകളെല്ലാം എങ്ങനെയാണ് കിട്ടുന്നത്? ആ പോയിന്റ്സ് ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും ഫിക്സഡ് ലൈനിലേക്കുള്ള ആ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഒരു ഫിക്സഡ് പോയിന്റിലേക്കും ഒരു ഫിക്സഡ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? എപ്പോഴും സെയിം ആയിരിക്കും.
അങ്ങനെയുള്ള പോയിന്റ്സിൻ്റെ എല്ലാ സെറ്റിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പോയിന്റ്സുകളൊക്കെ എടുത്ത് അത് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഷേപ്പാണ് ഈ പരാബോള. ഇത് നമ്മൾ റൈറ്റ് സർക്കുലർ കോണിനെ കട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും കേസ്? ആൽഫയും ബീറ്റയും ഈക്വൽ ആവുമ്പോൾ ആണ് പരാബോള കിട്ടുന്നത്. അപ്പോൾ അതിനൊരു ഡെഫിനിഷൻ എന്താണ്? A parabola is the set of all points in a plane that are equidistant from a fixed line and a fixed point not on the plane. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് നോക്കുക. അതിവിടെ പി എന്ന് പറയുന്നത് ഒരു, അതിനെ ഒന്ന് ജിയോജിബ്രയിലൊന്ന് കാണിക്കാം. അപ്പോൾ ജിയോജിബ്രയിൽ നമ്മൾ ഒരു ഫിക്സഡ് പോയിന്റ് എടുക്കുന്നു. എഫ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് പോയിന്റ്. ഒരു ഫിക്സഡ് ലൈനും എടുക്കുന്നു നമ്മൾ. ഒരു ഫിക്സഡ് ലൈൻ എൽ ഇസ് എ ഫിക്സഡ് ലൈൻ, എഫ് ഇസ് എ ഫിക്സഡ് പോയിന്റ്. ഇനി പരാബോള എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് വിച്ച് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് ആൻഡ് ഫിക്സഡ് ലൈൻ. ഈ പോയിന്റിലും ഈ ലൈനിൽ നിന്നും തുല്യ ദൂരത്തിലുള്ള പോയിന്റ്സുകളുടെ സെറ്റിനെയാണ് നമ്മൾ പരാബോള എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ പോയിന്റ് എടുക്കുന്നു. ഒരു പോയിന്റ് എടുക്കുന്നു, പി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുന്നു. ആ പോയിന്റ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും? തുല്യമായിരിക്കും. ആ രീതിയിലാണ് നമ്മൾ ആ പോയിന്റുകൾ എടുക്കുന്നത്. ഈ പി എഫ് എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഈ പി ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസും തുല്യമാണ്. ഇങ്ങനെയാണ് ആ പോയിന്റുകൾ എടുക്കുന്നത്. അടുത്തൊരു പോയിന്റ് എടുക്കുന്നു, ഡി എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നു. ഈ പോയിന്റ് എടുക്കുന്നു. ഈ പോയിന്റിൽ ഈ പോയിന്റും എഫും തമ്മിലുള്ള ഡിസ്റ്റൻസും ഈ പോയിന്റും ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസും എന്താണ്? തുല്യമാണ്. അങ്ങനെയുള്ള ഒരുപാട് പോയിന്റ്സുകൾ ഉണ്ട്. ആ പോയിന്റ്സുകളെല്ലാം ഇങ്ങനെ കുറേ പോയിന്റ്സുകളുണ്ട് അല്ലേ? ഈ പോയിന്റ്സിന്റെ എല്ലാം പ്രത്യേകത എന്താണ്? ഈ എഫിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസും ഈ പോയിന്റിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസും എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇങ്ങനെല്ലാം ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഷേപ്പിനെയാണ് നമ്മൾ പരാബോള എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ഫിക്സഡ് ലൈൻ എൽ ഈസ് കാൾഡ് ഡയറക്ട്രിക്സ് ആൻഡ് ഫിക്സഡ് പോയിന്റ് എഫ് ഈസ് കാൾഡ് ഫോക്കസ്. ഇതിൽ ഓരോ ടേമുകളും മനസ്സിലാക്കണം. പരാബോളയുമായി ബന്ധപ്പെട്ട് എന്താണ് ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫിക്സഡ് പോയിന്റിനെ നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്, സർക്കിളുമായി ബന്ധപ്പെട്ട് ഫിക്സഡ് പോയിന്റ് സെന്റർ എന്ന് പറയുന്നത്, ഇതിനെ എന്ത് പറയും? ഫോക്കസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ലൈനും കൂടി ഉണ്ട്. ഫിക്സഡ് ലൈനിനെ എന്ത് പറയും? എന്താ പറയുന്നത്? ഡയറക്ട്രിക്സ് എന്ന് പറയും. ഇനി ഇതിലൊരു ലൈൻ ഉണ്ട്. ലൈൻ പാസിംഗ് ത്രൂ ദ ഫോക്കസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ട്രിക്സ് ഈസ് കാൾഡ് ആക്സിസ് ഓഫ് ദ ലൈൻ. അപ്പോൾ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? ലൈൻ പാസിംഗ് ത്രൂ the focus and perpendicular to the directrix is called axis of the parabola. അപ്പോൾ ഇതാണ് ഇതിന്റെ ആക്സിസ്. ഫോക്കസ് കൂടെ പാസ് ചെയ്യുന്നു. എൽ എന്ന് പറയുന്ന ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സിസ് എന്ന് പറയുന്നത്. അതുപോലെ the point of intersection of the parabola and the axis of the parabola is called vertex. ഇതാണ് വെർട്ടെക്സ്. അപ്പോൾ ഒരു പരാബോളയുമായി ബന്ധപ്പെട്ടുള്ള 4 കാര്യങ്ങളാണ്. ഒന്ന് ഫോക്കസ്, ഒന്ന് ഡയറക്ട്രിക്സ്, ആക്സിസ്, വെർട്ടെക്സ്. ഇത് ആണ് പരാബോളയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യങ്ങൾ. എന്താണ് പരാബോള എന്നറിയണം, അതിൻ്റെ ഫോക്കസ് എന്താണെന്നറിയണം, അതിൻ്റെ ഡയറക്ട്രിക്സ് എന്താണെന്ന് അറിയണം, ആക്സിസ്. എങ്ങനെയാണ് പരാബോള കിട്ടുന്നത്? പരാബോള
is the set of all points in a plane which are equidistant from a fixed point and fixed line. Fixed point is called focus and fixed line is called directrix. The line passing through focus and perpendicular to directrix is called axis. The point of intersection of the parabola with the axis is called vertex of the parabola. അതാണ് ഈ ഫിഗർ ഇവിടെ വരച്ചിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഒന്ന് കാണിക്കുന്നത്. ഡയറക്ട്രിക്സ്, ഫോക്കസ് ആൻഡ് ആക്സിസ്, ലാസ്റ്റ് വൺ എന്താണ് വെർട്ടെക്സ്. ഇത്രയും കാര്യങ്ങളാണ് പരാബോളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഉണ്ടാവണം. ഇനി അടുത്ത അങ്ങോട്ടുള്ള സെഷൻ മനസ്സിലാക്കണമെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പരാബോളയുടെ ഇക്വേഷൻസ്. സർക്കിളിൻ്റെ ഇക്വേഷൻ പഠിച്ച പോലെ ഈ പരാബോളയ്ക്കും നമുക്കൊരു ഇക്വേഷൻസ് ഉണ്ട്. അതാണ് അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ.